ബ്രഷ് എടുത്ത് ബ്രഷ് ചെയ്തതിന് ശേഷം തൻ്റെ വാഷ് ബേസിൻ്റെ മേളിൽ വെച്ചു. അത് തൻ്റെ ഭാര്യ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് അയ്യോ നനയുമല്ലോ എന്നോർത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു. ആ സമയത്ത് ആ വീട്ടിലെ മകൻ ചോക്ലേറ്റ് എടുക്കാൻ വേണ്ടി ഡൈനിങ് ടേബിളിൽ കയറിയപ്പോൾ ആ വാച്ച് താഴെ വീണു. പൊട്ടിയപ്പോൾ അത് ഭർത്താവ് ഇറങ്ങി വന്നിട്ട് വിഷയമുണ്ടാക്കി. വിഷയം രൂക്ഷമായി. ഭാര്യയെ ഷൗട്ട് ചെയ്തു, ഭാര്യ കുഞ്ഞിനെ ഷൗട്ട് ചെയ്തു. കുഞ്ഞ് വിഷയമുണ്ടാക്കി, വലിയ വിഷയമായി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് കഴിച്ചില്ല. ഭർത്താവ് താൻ ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി, പിണങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ താൻ തൻ്റെ കമ്പനിയിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഓർത്തത് അന്നൊരു കോൺഫറൻസ് ഉണ്ട്. തൻ്റെ ഫയലുകളൊന്നും എടുത്തില്ല. തൻ്റെ ഒരു ക്ലയൻറ്റ് ഇന്ന് വരും, അത്യാവശ്യമാണ്, സമയം കഴിഞ്ഞു. അപ്പോൾ തിരിച്ചു പോകാൻ കിലോമീറ്റർ യാത്ര ചെയ്യണം. താൻ പെട്ടെന്ന് തൻ്റെ ഭാര്യയെ വിളിച്ചു, എനിക്ക് ചാവി വേണം, പെട്ടെന്ന് നീ തിരിച്ചു വരണമെന്ന് പറഞ്ഞു. അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. എന്നാൽ ഈ മനുഷ്യൻ ഓടി കിതച്ച് അത് വാഹനത്തിൽ തൻ്റെ വീട്ടിൽ കടന്നു വന്നു. ഡോറ് തുറക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. താക്കോൽ അവൾ പൂട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്. അവസാനം ഡോറ് തല്ലി തുറന്നു. ഈ ഫയൽ എടുത്തു. അതൊക്കെ തിരിച്ച് യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്ത് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ കമ്പനിയിൽ ഉദ്യോഗസ്ഥൻ, അവിടുത്തെ ബോസ് പറയുന്നു, നിങ്ങൾക്ക് ഇനിയും ഇവിടെ ജോലിയില്ല, കാരണം കൃത്യനിഷ്ഠത പാലിക്കാത്തത് കൊണ്ട് എൻ്റെ ഒരു ക്ലയൻറ്റ് നഷ്ടപ്പെട്ടു, മറ്റൊരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്, അതുകൊണ്ട് വേറൊരു ബിസിനസ്സിലേക്ക് അദ്ദേഹം ഭാഗവാക്കായി എന്ന് പറഞ്ഞത് നിരാശനായി ജോലി പോയി അദ്ദേഹം മടങ്ങി വരുമ്പോൾ അത് പെട്ടെന്നൊരു ഫോൺ കോൾ വന്നിരിക്കുന്നു. തൻ്റെ ഭാര്യ അപകടത്തിൽപ്പെട്ടു. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇതാണ് പ്രശ്നം ഇതാണ്. ചാവിയുമായി കടന്നു വരികയാണ്. ആശയ കമ്മ്യൂണിക്കേഷൻ അവിടെ നടന്നില്ല. ചാവിയുമായി ഈ സഹോദരി വരികയാണ്. കണ്ടോണം, എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. ആ ചാവിയുമായി വരുമ്പോൾ അവൾ ആക്സിഡൻറ്റിൽ പെടുന്നു. അവിടെ ജീവിതം എന്നേക്കുമായി കാല് രണ്ടും പാരലൈസായി പോയി. എഴുന്നേക്കാൻ കഴിയത്തില്ല. ആ കുടുംബം തകർന്നു. നോക്കണമേ, ആ കുഞ്ഞുങ്ങൾ തകർന്നു. വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന ഭവനത്തിൽ കൊടുക്കാൻ പണമില്ലാതെയായി, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പണമില്ലാതെയായി. ഒറ്റ ചെറിയൊരു പ്രശ്നത്തിൽ നിന്ന് 9 പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞു. ആ പ്രശ്നം അവിടെ വെച്ച് സോൾവ് ചെയ്യാൻ ഒറ്റ കാര്യം, ഒരു വാച്ചല്ലയോ പോട്ടെ, അല്ലെ ഒരു മൊബൈലല്ലയോ പോട്ടെ, അതിനേക്കാൾ വലുതാണ് കുടുംബജീവിതം. മോനെ കുഴപ്പമില്ല, അല്ലെ മോളെ കുഴപ്പമില്ല, പ്രശ്നങ്ങളില്ലാത്ത ഒരു വീടുമില്ല. ഒരു ഭയങ്കര ഷേക്സ്പിയർ പോലും പറഞ്ഞിട്ടില്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻ്റ് വചനത്തിൽ പറയുന്നത്, നീ എൻ്റെ അസ്ഥിയിൽ നസ്തിയും മാംസത്തിൻ്റെ മാംസവും. ഇതൊരു കവനൻ്റ് കോൺട്രാക്റ്റ് അല്ല. കോൺട്രാക്റ്റ് ആണെങ്കിൽ പണി തീരുമ്പോൾ ചാവി കൊടുക്കും. കവനൻ്റാ, ബൈബിൾ വിഭാഗത്തിന് പറയുന്നത് കവനൻ്റാ. 2, ഇത് കമ്മ്യൂണിയനാ. കമ്മ്യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം യൂണിയൻ അല്ല. യൂണിയൻ 2 പേരാ, പക്ഷേ കമ്മ്യൂണിയൻ എന്ന് പറഞ്ഞാൽ മൂന്നാമതൊരാളുണ്ട്, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇതൊരു കമ്പാനിയനാണ്. ഭാര്യയും ഭർത്താവും തുല്യരാണ്, കമ്പാനിയൻ. അടുത്തത് നിങ്ങളോട് ഞാൻ പറയട്ടെ, ഇതൊരു കമ്പാരിസനാണ്. ആ കമ്പാരിസൺ എന്താണെന്നറിയാമോ? ആദ്യന്തമില്ലാത്ത നിത്യൻ്റെ കാന്തിയ പ്രത്യോദനം എൻപോൽ പ്രകാശിച്ചു നിൽക്കും സദ്യോഗമാർന്നുള്ള ദിവ്യാഗനങ്ങൾ ഇത്തം പതിക്കേക ശ്രീയേശുനാഥ. സിയോൻ മണാളൻ്റെ പ്രത്യാഗമത്തിൽ മായാതമസ്സോടായി മാറുന്ന നാളിൽ ജായത്വമേന്തി കിരീടം ധരിപ്പാൻ ആശിഷവർക്കേക ശ്രീയേശുനാഥ. കർത്താവിൻ്റെ മടങ്ങിവരവ് അടുത്തിരിക്കുകയാണ്. നിങ്ങളോടെല്ലാവരോട് പറയാം, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഇങ്ങനെയൊരു വിവാഹം നിശ്ചു. അതുകൊണ്ടാണ് പറയുന്നത്, സന്തോഷിച്ച് ഉല്ലസിച്ച് അത് മഹത്വപ്പെടുത്ത കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നിരിക്കുന്നുവല്ലോ. തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്ന കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. എഴുതുക, ഈ വചനം സത്യമാകുന്നു. പറയട്ടെ, 3 കാര്യങ്ങൾ സംഭവിക്കും. 3 കാര്യങ്ങൾ ഇപ്പോൾ 3 കാര്യങ്ങൾ സംഭവിക്കും ഇന്ന് മുതൽ. 1, ഇതൊരു ബയോളജിക്കൽ യൂണിയൻ, ഉൽപ്പത്തി 2:18. 2, ഇതൊരു സോഷ്യോളജിക്കൽ യൂണിയൻ, ഉൽപ്പത്തി 34. 2 സംസ്കാരങ്ങൾ. 2, ഇപ്പോൾ ഞാൻ എഫേസ്യ ലേഖനം 5-ാം അധ്യായം, ഇത് മിസ്റ്റിക്കൽ ഡിവൈൻ യൂണിയനാണ്. 3 മിറക്കിളാണ് ഇന്ന് സംഭവിക്കുന്നത്. 1, ബയോളജിക്കൽ യൂണിയൻ, ഇവരൊന്നാകുന്നു. 2ാമത് യൂണിയൻ, 2 സഭക്കാർ, 2 കുടുംബം, 2 അതാണ് ബന്ധക്കാർ അവിടെ വെച്ച് സ്ഥാപിക്കുകയാണ്. ഇതാണ് സോഷ്യോളജിക്കൽ യൂണിയൻ. മറ്റൊരു യൂണിയൻ ഉണ്ട്, ഇത് മിസ്റ്റിക്കൽ ഡിവൈൻ യൂണിയൻ. ആ യൂണിയനിലേക്ക് നിങ്ങളെ അത് ഏറ്റവും വലുത്, അതിനേക്കാൾ അപ്പുറത്ത് ഈ ലോകത്തിലില്ല. മകളെ, നിയുക്ത വരനും വധുവിനോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ മേൽ പകർന്ന ഒരു അഭിഷേകമുണ്ട്. അതൊരു സംഘടന തരുന്നതല്ല, ഒരു പാസ് തരുന്നതല്ല. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേലേക്ക് അയച്ച് ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ, ആ ശക്തിയോടെ ഈ കാലഘട്ടങ്ങളിൽ നല്ലൊരു കുടുംബം, മാതൃകാപരമായ കുടുംബം. അത് മാത്രമല്ല, സഭായോഗം മുടക്കരുത്. കിട്ടുന്നതിൻ്റെ ഓഹരി പണ്ട് പിടിയേരിയായിരുന്നു. സഭയിൽ കൊടുക്കണം, ദൈവദാസന്മാരെ മാനിക്കണം, ദൈവസഭയെ മാനിക്കണം. ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന ഒരു മിഷൻ ഫാമിലിയായി, ഒരു മിഷണറിയായി യേശു ക്രിസ്തുവിൻ്റെ നാളോളം തികയ്ക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ.